കുഞ്ഞാറ്റ ഈസ് വെരി സ്പെഷ്യൽ ടു മീ. അല്ലെങ്കിലും ആദ്യത്തെ കുട്ടികൾ അമ്മമാർക്ക് കുറച്ചധികം സ്പെഷ്യൽ ആയിരിക്കും. അവക്കിപ്പോ 6 വയസ്സായി. എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. കുഞ്ഞാറ്റയെ പ്രസവിക്കാൻ ആശുപത്രിയിൽ കിടന്നതൊക്കെ ഇന്നലെ കഴിഞ്ഞ പോലെ എനിക്ക് തോന്നുന്നത്. 24 മണിക്കൂർ ലേബർ പെയിൻ സഹിച്ച് അവസാനം കുട്ടിയുടെ ഹാർട്ട് റേറ്റ് കുറയുന്നു അറിഞ്ഞപ്പോഴാണ് ഡോക്ടർ എമർജൻസി സിസേറിയന് പറഞ്ഞത്. പിന്നെ എനിക്ക് ഒന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. തലയ്ക്കാമ്പുറത്ത് ഒരു നേഴ്സ് നിൽക്കുന്നുണ്ടായിരുന്നു. ഉണ്ണി വന്നിട്ടോ എന്ന് അവർ പറഞ്ഞു. ആണുണ്ണിയാണോ പെണ്ണുണ്ണിയാണോ എന്നൊന്നും ഞാൻ ചോദിച്ചില്ല. ആശ്വാസത്തിൽ ഒരു ചിരി ചിരിച്ചു. പിന്നെ ഉണ്ണിയുടെ കരച്ചിലും കൂടെ കേട്ടപ്പോ സമാധാനമായിട്ട് ഞാനൊന്ന് കിടന്നുറങ്ങി. കുറച്ചു നേരം കഴിഞ്ഞപ്പോ കാക്കു വന്ന് പറഞ്ഞു, മോൾട്ടി നിന്നെ പോലെ ഒരു സുന്ദരി കുട്ടിയാണ് ജനിച്ചിട്ടുള്ളതെന്ന്. ആദ്യത്തെ കുഞ്ഞ് പെൺകുഞ്ഞാവണമെന്ന് തന്നെയായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആഗ്രഹം. അങ്ങനെ ഒരു 4-5 മണിക്കൂറൊക്കെ കഴിഞ്ഞ് റൂമിലെത്തിയതിന് ശേഷമാണ് ഞാൻ കുഞ്ഞാറ്റക്കുട്ടീനെ ആദ്യമായിട്ട് കാണുന്നത്. അതും നേരിട്ട് കണ്ണുകൊണ്ടല്ല കേട്ടോ. ആദ്യമായിട്ട് ഒരു വലിയ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് വന്ന് കിടക്കുകയല്ലേ, ചെരിയാനും തിരിയാനും ഒന്നും പറ്റില്ലല്ലോ. അങ്ങനെ കാക്കു മൊബൈലിൽ കുഞ്ഞാവിടെ കുറച്ച് വീഡിയോസ് എടുത്തു തന്നു. അങ്ങനെ മൊബൈലിലാണ് ഞാൻ കുഞ്ഞാറ്റക്കുട്ടിയുടെ മുഖം ആദ്യമായിട്ട് കാണുന്നത്. ഒരു കുഞ്ഞു നുണക്കുഴിയൊക്കെ ഉള്ള ഒരു സുന്ദരി കുട്ടി. ആ കുഞ്ഞു വാവ ഇന്ന് അവളുടെ വിദ്യാഭ്യാസത്തിന്റെ ആദ്യത്തെ ഘട്ടം പൂർത്തിയാക്കിയിരിക്കുന്നു. അടുത്തൊന്നും അംഗനവാടി ഇല്ലാത്തതുകൊണ്ട് കുഞ്ഞാറ്റിനെ ഞാൻ അംഗനവാടിയിലൊന്നും പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ LKG പോകുന്ന സമയത്ത് അവർക്ക് ബേസിക്സ് ഒന്നും വല്ലാണ്ട് അറിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. എന്റെ കുഞ്ഞ് നന്നായി പഠിക്കുവോ, അവൾക്ക് സ്ട്രെസ് ആവുമോ. പക്ഷെ അവളുടെ ആദ്യത്തെ മിസ് ഷബ്ന മിസ് അവളെ നല്ലൊരു മിടുക്കി കുട്ടിയായിട്ട് UKG എത്തിച്ചു. UKG എത്തിയപ്പോഴേക്കും എന്റെ കുട്ടി അവളുടെ കഠിനാധ്വാനം കൊണ്ടും മിൽക്ക മിസ്സിന്റെ സപ്പോർട്ട് കൊണ്ടും ഒക്കെ ഒരു മിടുക്കി കുട്ടിയായി. ABCD പോലും അറിയാതെ കിൻഡർ ഗാർഡനിലേക്ക് കാലുവെച്ച എന്റെ കുഞ്ഞിപ്പോ സ്കൂളിന്റെ റാങ്ക് ലിസ്റ്റിൽ ഒരാളായി. അതിനവളെ സഹായിച്ച ഗുരുക്കന്മാരോട് നന്ദി പറയുന്നു. അങ്ങനെ ഗ്രാജുവേഷൻ സെറിമണി ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ഫ്രണ്ട്സിന്റെ ഗിഫ്റ്റ് ഒക്കെ ഓപ്പൺ ചെയ്തു. ഇനിയിപ്പോ കുറുമ്പ് കുസൃതിയൊക്കെ കാണിച്ച് മമ്മിയുടെ അടുത്ത് നല്ല അടിയും മേടിച്ച് 2 മാസം വെക്കേഷൻ.